ഓം മിത്രായ നമ. പ്രപഞ്ചന 777 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് മഹാവാക്യങ്ങൾ എന്താണെന്ന് പഠിക്കാം. 4 വേദങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 4 വാക്യങ്ങളെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത്. അവ യഥാക്രമം: പ്രജ്ഞാനം ബ്രഹ്മ, ശുദ്ധബോധമാണ് ബ്രഹ്മം, തത്വമസി, അത് നീയാകുന്നു, അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മം തന്നെ, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്ന അറിവ് ശിഷ്യൻ സാധനയിലൂടെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ 4 വാക്യങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത്. ഒന്നാമത്തെ വാക്യം നിർവചനവാക്യവും, രണ്ടാമത്തെ വാക്യം ഉപദേശവാക്യവും, മൂന്നാമത്തേത് സാധനാവാക്യവും, നാലാമത്തെ വാക്യം ആത്മതത്വവുമാണ്. വേദവാക്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള വാക്കാണ് തത്വമസി. മഹാവാക്യങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും അതേസമയം ഏറ്റവും ഗഹനവുമാണ് ഈ ഉപദേശവാക്യം. ഋഗ്വേദത്തിലെ ഛാന്ദോഗ്യോപനിഷത്തിൽ നിന്നാണ് തത്വമസി എടുത്തിരിക്കുന്നത്. പിരിച്ചെഴുതുമ്പോൾ തത് അധികം ത്വം അധികം അസി, തത്വമസി. എന്നാൽ തത് എന്നാൽ അത്, ത്വം എന്നാൽ നീ, അസി എന്നാൽ ആകുന്നു, അത് നീയാകുന്നു എന്നർത്ഥം. ശ്വേതകേതു എന്ന മുനികുമാരന് അരുണി മഹർഷി എന്ന പിതാവായ ഗുരു ഉപദേശിക്കുന്ന വാക്യമാണ് തത്വമസി. ഈ വാക്യത്തിൻ്റെ ഗഹനത കൊണ്ടായിരിക്കാം ഉപനിഷത്തിൽ ഈ വാചകം 9 തവണ ആവർത്തിക്കപ്പെടുന്നു. ശബരിമല സന്നിധിയിലെത്തുന്ന ഭക്തനെ വരവേൽക്കുന്നത് തത്വമസി എന്ന മഹാവാക്യമാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ. അന്വേഷണം യാഥാർത്ഥ്യം തേടിയുള്ളതാവട്ടെ. സപ്പോർട്ടുമായി ഈ ചാനൽ കൂടെയുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അറിവുകൾ ഷെയർ ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.